എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. നമ്മളുടെ സാറ്റിനെ കൊച്ചിന് ജോലിക്ക് ഓഫീസിലേക്ക് പോകേണ്ട ദിവസവുമാണ്, ചൊവ്വയും ബുധനും. അപ്പോൾ ഇന്ന് രാവിലെ 7 മണിക്കൊക്കെ ഇവിടുന്ന് സാറ്റിനെ പോകും. പിന്നെ വരുന്നതൊരു 4:30 മണിക്ക് വീട്ടിലെത്തുകയും ചെയ്യും കേട്ടോ. റിച്ചാർഡ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും. അവരുടെ ക്യാബ് വരുന്ന സ്ഥലത്ത് കൊണ്ട് ആക്കി കൊടുക്കും. ക്യാബ് നമ്മുടെ വീട്ടിലേക്ക് വരില്ല. അവിടെ നിന്നാണ് എല്ലാവരും ചേർന്ന് അതിനകത്തേക്ക് കയറി പോകുന്നത് കേട്ടോ. അവിടെ കയറാനുള്ള ആളുകൾക്ക് അവിടെ ചെല്ലും. അങ്ങനെ റിച്ചാർഡ് അവിടെ കൊണ്ടാക്കി കൊടുക്കും. അതിനുശേഷം അതുപോലെ തന്നെ അവിടെ ചെന്ന് ആളെ പിക്ക് ചെയ്ത് വീട്ടിലെത്തിക്കുകയും ചെയ്യും. ഇപ്പം സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ അധികം ജോലികൾ ചെയ്ത് യൂട്യൂബ് വർക്ക് ചെയ്ത് സാറ്റിനെ പോകുന്നതിന് മുമ്പ് 7 മണിക്ക് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചേച്ചിൻ്റെ അമ്മേ ചേച്ചിൻ്റെ ഇല്ലടാ കൊച്ചു വന്നടാ ചേട്ടൻ്റെ അടുത്ത്. കൊച്ചു മൈൻഡ് ചെയ്ത് ഇപ്പം നോക്കിയിരിക്കണ കേട്ടാ മുകളിലോട്ട്. ആരാണപ്പ? ചേച്ചിയാണോ ഇനി വരാൻ പോണത്? ആ അപ്പം തന്നെ നോക്കിയിരിക്കണേണേ. ടാറ്റ. ന്യൂസ് റീഡേഴ്സിന്റെ പോലെ അടിയിലോട്ടൊന്നും ഇല്ലെങ്കിൽ മുകളിൽ കോട്ടിടും. ബൈ ബൈ. റൂബിക്കൊച്ച ഓടും, അതാണ് വാതിൽ പൊട്ടിക്കളയണത്. അങ്ങനെ സാറ്റിനെ കൊണ്ടുപോയി ആക്കാനായിട്ട് റിച്ചാർഡ് പോയി. പിന്നെ ഞാൻ ഏതായാലും കിച്ചണിൽ കയറിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ബീൻസും ക്യാരറ്റും ഒക്കെ നമ്മൾ ഇപ്പോൾ ഫ്രൈഡ് റൈസ് അല്ലെന്നുണ്ടെങ്കിൽ നൂഡിൽസ് ഇതിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ വെക്കണമായിരുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ആ ഒരു പാക്കറ്റിൻ്റെ അകത്തുള്ള ഒരു പീസ് നൂഡിൽസ് ഉണ്ട്. അപ്പോൾ അത് പപ്പക്കും റിച്ചാനും കൂടിയിട്ട് കൊടുക്കാം. എനിക്ക് കുറച്ച് തണുത്ത ചോറ്, പഴയ ചോറ് തലേദിവസത്തെ ഇരിക്കുന്നുണ്ട്. ഇത്തിരി മീൻ കറിയുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാം. എനിക്ക് മീൻ കറിയൊന്നും കൂട്ടി കഴിക്കണ ഇഷ്ടമല്ല, എങ്കിലും അതൊക്കെ തീരണം. പപ്പ കഴിക്കണില്ല. ഒന്നാമത് പപ്പക്ക് അത്ര ഒരു സുഖം തോന്നണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കഴിച്ച് തീർക്കാം എന്നും വിചാരിച്ചിട്ട് ഞാനിന്ന് അങ്ങനെ ചിന്തിച്ച് പഴഞ്ചോറും അതും കൂടി കഴിക്കാം. അപ്പോൾ അതും തീരും. പിന്നെ ഇവർക്ക് നൂഡിൽസ് വെക്കാമെന്ന് വെച്ച് ഞാൻ നൂഡിൽസ് ആക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ റിച്ചാർഡ് വന്ന് എൻ്റെ കൂടെ വന്നത് അങ്ങ് സംസാരിച്ചുകൊണ്ട് നിൽക്കണതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മുട്ട ഇടാനായിട്ട് മറന്നുപോയി. ഈ പച്ചക്കറി ഒന്ന് കഴിയുമ്പോഴത്തേക്ക് 2 മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണമല്ലോ, അതും മറന്നുപോയി. അത് കഴിഞ്ഞ് നൂഡിൽസ് വിളമ്പി വെച്ചപ്പോഴാണ് റിച്ചാർഡ് പറയും, മമ്മി ഇതിനകത്ത് മുട്ട കാണുന്നില്ല. അപ്പം ഞാൻ പിന്നെ വേഗം ഒരു മുട്ട മാത്രം എടുത്തിട്ട്, കാരണം പപ്പ മുട്ടയില്ലാതെ തന്നെ അത് കഴിക്കും. പിന്നെ റിച്ചാർഡിന് മാത്രം ഇട്ട് ഇത്തിരി ഒരു മുട്ട എടുത്തിട്ട് ഓവനിൽ വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് അത് നമ്മൾ റൂബിക്ക് കൊടുക്കൂലേ എന്ന് പറഞ്ഞ പോലെ എണ്ണയില്ലാതെ എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഇടാൻ കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇത് മറന്നുപോയി. ഭയങ്കര മറവിയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്ന് നമുക്ക് പാചകം ചെയ്യുമ്പോൾ നമ്മൾ ചില പൊടികൾ ഇടാനും ഒക്കെ മറന്നു പോകും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു ബുദ്ധിമുട്ടുണ്ടായത്, മുട്ട ഓംലെറ്റ് ആക്കാനായിട്ട് മുളക് പൊടി ഇടാൻ മറന്നുപോയി. വെറുതെ ഉപ്പ് മാത്രം സവാള ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് ഞാനങ്ങോട്ട് കൊടുത്ത് റിച്ചാനെ. അപ്പോൾ റിച്ചാന് പച്ചമുളക് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ആ പച്ചമുളക് ഇട്ട് എന്നുള്ളൊരു ചിന്തയിൽ പോയി. വെള്ള കളറിലാണ് മുട്ട പൊരിച്ചതിരിക്കണം. പക്ഷേ അതിനകത്ത് പച്ചമുളക് റിച്ചാർഡ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അതിന് പകരം മുളക് പൊടിയാണ് ഇടേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ചില മറവികളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് തുണികൾ വിരിക്കാനുള്ളത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നല്ല ആളാകാനായിട്ട്, നല്ല ഒരു വ്യക്തിയാകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ടല്ലേ. നല്ലൊരു പാവം അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും ആരോടും പ്രതികരിക്കാത്ത ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പ്രകൃതമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ലേബിൾ നമ്മൾ തന്നെ വിചാരിച്ച് നമുക്ക് ഒട്ടിച്ചു വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഒട്ടിച്ചു തരും, വീട്ടുകാർ ഒട്ടിച്ചു തരും. പിന്നെ നമുക്ക് പ്രതികരിക്കാനേ പറ്റാത്തൊരവസ്ഥയിൽ ജീവിതം മുഴുവൻ അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്.
അപ്പോൾ ഞാൻ പറയണത് എന്താണെന്നറിയോ, നമ്മളുടെ കയ്യിൽ ആയുധങ്ങൾ വേണം. ആയുധങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് വെട്ടുകത്തി വാക്കത്തി എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആക്രമിക്കാൻ വരുന്നവർക്കെതിരെ അതുപോലെ തന്നെ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് അവരെ അകറ്റി നിർത്താൻ നമ്മൾ പഠിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി പാവമെന്നുള്ള ലേബിൾ ഒട്ടിച്ച് ജീവിതം തീർക്കേണ്ടി വരും. നമ്മളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും നമുക്ക് കിട്ടാതെ അവിടെ നിന്ന് എത്താതെ നമ്മൾ ഈ ജീവിതം വെറുതെ വേസ്റ്റായിട്ട് തീർക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പപ്പ ഇന്ന് ചൊവ്വാഴ്ച ദിവസം ഇതുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നതാണ് കേട്ടോ. സെയിൻറ്റ് ആൻ്റണി ചർച്ച് ഇത് ചുള്ളിക്കൽ അങ്ങോട്ടേക്ക് പോണേനെ. അപ്പോൾ ഇല്ലേ, നമ്മൾ ഇങ്ങനെ പാവം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കണം. ഇപ്പോൾ ഒരു സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ ആയുധം കിട്ടിയാൽ എന്താവും അവസ്ഥ? അവർ വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും എല്ലാം പിടിച്ച് വെട്ടി ആളുകളെ അപായപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ ആയുധവും നമ്മുടെ നിയമപാലകർ, ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലും പട്ടാളക്കാരുടെ കയ്യിലുമൊക്കെയുള്ള ആയുധങ്ങളാണെങ്കിൽ അവരത് ആവശ്യം നേരത്താണ് ഉപയോഗിക്കുന്നത്. ആക്രമിക്കണം എന്നുള്ള ഒരു, അതായത് ഡിഫെൻസ് ചെയ്യേണ്ട ആ ഒരു സമയത്താണ് അത് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് അത്യാവശ്യ സമയത്ത് ഉപയോഗിക്കാനുള്ള സാധനമാണ് നമ്മളുടെ ആയുധങ്ങൾ. വാക്കുകളാകും, പ്രവൃത്തികളാകാം, ഏത് രീതിയിലുള്ള ആയുധങ്ങളും. പക്ഷേ നമ്മുടെ കയ്യിൽ ആയുധമുണ്ട്, അവൻ്റെ അടുത്ത് കളിച്ചാൽ അത് വെച്ച് പണി കിട്ടും എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഭയം നമ്മളിൽ തോന്നിക്കണം. ആയുധമില്ലാതെ എന്ത് വേണമെങ്കിലും അവൻ്റെ അടുത്ത് ചെല്ലാം, അവൻ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം പോയതാണ്. അപ്പം നമ്മളിൽ നിന്നും നമ്മളെ കൊല്ലാൻ വരുന്ന ആളുകളെ അകത്തി നിർത്താനുള്ളൊരു ശക്തി നമുക്ക് വേണം. പാവം എന്നുള്ള ലേബിലൊട്ടിച്ച് നടക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല മനുഷ്യരാകാനായിട്ട് വലിയ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എല്ലാം ക്ഷമിച്ച് നിൽക്കുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ആകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്തിരി ക്രൂരത മനസ്സിൽ വേണം. ക്രൂരത എന്ന് പറയുമ്പോൾ അനീതിക്ക് വേണ്ടിയിട്ടുള്ള ക്രൂരതയല്ല കേട്ടോ. നമ്മളുടെ ജീവിതത്തിന് ആരെങ്കിലും നമുക്ക് ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം മറ്റുള്ളവരാൽ നമുക്ക് കിട്ടരുത്, നമ്മൾ അത് ഉണ്ടാകാൻ അനുവദിക്കരുത്. അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഇത്തിരി സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുക. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, ഇവരുടെയും ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വേലെടുത്തിട്ടല്ലേ ജീവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കാരുണ്യത്താലേ ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ അഭിപ്രായം നോക്കേണ്ടി വരും. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്ത് പുറത്തുനിന്നൊന്നും ഒരാളോട് ഒരു സഹായം ചോദിക്കാതെ നമുക്കുള്ളത് വെച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ നമുക്കുള്ളത് വെച്ച് നല്ല ഭംഗിയായി ജീവിക്കുന്നത്. പിന്നെ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ചിലപ്പോൾ നമ്മളുടെ ശരി മറ്റൊരാൾക്ക് ശരിയായിരിക്കില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവരൊരു ഉപദ്രവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ഒരാളെ അനാവശ്യമായി ഉപദ്രവിക്കുന്ന രീതിയിൽ നമ്മളുടെ സന്തോഷങ്ങൾ ശരിയല്ല. ആർക്കും ഉപദ്രവമില്ല, പ്രശ്നങ്ങളില്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ നമുക്ക് നടത്തിയെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ചിന്താഗതികൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് ഒരാളും വന്നിട്ട് ചോദിക്കില്ല എന്തിനാണ് നിങ്ങളിത് ചെയ്തതെന്ന്. ഒരാളും ചോദിക്കില്ല. കാരണം നമ്മളങ്ങനെ ചോദിക്കാനുള്ളൊരു സാഹചര്യം കൊടുക്കില്ല. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ മറുപടി അങ്ങ് കൊടുത്തിട്ട് വിടുക, അതാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് നല്ല പിള്ള ചമയാൻ പോയാൽ ഈ ജീവിതം നമ്മുടെ തീർന്നതാണ്. അങ്ങനെ ജീവിതം തീർന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ ഞാനതുപോലെയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പം നമ്മൾക്ക് വേണ്ട ആയുധങ്ങൾ നമ്മളുടെ കയ്യിൽ കരുതുക, ആവശ്യ സമയത്തെടുത്ത് ഉപയോഗിക്കുക. ആയുധമില്ലാത്തവനാർക്കും പേടിയുണ്ടാവില്ല, ആയുധം കയ്യിൽ ഉള്ളവനാ പേടിയുണ്ടാവും. അവൻ്റെ അടുത്ത് മുട്ടുണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ വേണം നമ്മൾ നിൽക്കാൻ. നമ്മൾ സ്വന്തം കാലിൽ നടു നിവർത്തി അല്ലെങ്കിൽ തല ഉയർത്തി നിന്ന് ജീവിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ ഇന്നില്ലേ ഞാൻ പപ്പക്കുള്ള കഞ്ഞിയാണ് ആ കുക്കറിൽ വെച്ചേക്കണത്. പപ്പക്ക് ചെറിയൊരു അസ്വസ്ഥത, തൊണ്ടക്കും അങ്ങനെ ഒരു തലക്കനം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുക്കണം സാരിനക്ക് എന്ന് വിചാരിച്ച് നിൽക്കുന്നത്. സാരിനക്ക് ഇങ്ങനത്തെ ഈ മധുരം, മറ്റേ ഏലക്കട ആ ഒരു ഫ്ലേവർ അതൊക്കെ ഇഷ്ടമുള്ള കുട്ടിയാണ്. അപ്പോൾ ഏതായാലും ഇത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആ തേങ്ങ എടുത്തൊന്ന് വിളയിച്ചതാണ് കേട്ടോ. അപ്പോൾ ശർക്കര പപ്പനെ കൊണ്ട് ഞാൻ പപ്പ മേടിച്ച് തന്നിട്ടാണ് പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ശർക്കരയൊക്കെ അത്യാവശ്യം മാത്രം ഉരുക്കിയെടുത്ത്, എല്ലാം ഉരുക്കിയില്ല. പിന്നെ ഇത്തിരി കശുവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഇട്ട്. പിന്നെ എൻ്റെ കയ്യിൽ
ഏലക്കയും ചുക്കും ചെറിയ ജീരകമൊക്കെ കൂടി പൊടിച്ച് വെച്ചതുണ്ട് അതിനകത്ത് നിന്ന് കുറച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സാറ്റന കൊച്ചിന് അതിൻ്റെ ആ ഫ്ലേവർ ഇത്തിരി നല്ല രീതിയിൽ ഉള്ളത് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒരുപാട് അങ്ങോട്ട് ഇട്ടില്ല, അത് കുത്ത് പോലെ വരൂലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വളരെ കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ. വളരെ കുറച്ച് എള്ള്, ഒരു 10-12 കൊഴുക്കട്ടൊക്കെ ഉള്ളതേ ഉള്ളു തേങ്ങ. പിന്നെ ഇത് അധികം ഉണ്ടാക്കി കഴിഞ്ഞാലും അത് പിറ്റേ ദിവസത്തേക്ക് ഇങ്ങനെ പൊട്ടിയ പോലെയൊക്കെ ആയിപ്പോവും, പൊട്ടി ഇങ്ങനെ പഴകിയിട്ട് ഒരു ഇതുപോലെ ഇരിക്കും. അതുകൊണ്ട് അന്ന് തന്നെ തീരുന്ന രീതിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2-2.25 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് ചെയ്യുമ്പോൾ 4 എണ്ണമേ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇത്തിരി ചെറുതായിട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം ചിലപ്പോൾ കിട്ടും, എങ്കിലും 4 എണ്ണമാണ് 1 കപ്പ് വെച്ചിട്ട് കിട്ടണത്. അപ്പോൾ നല്ല, അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തിളച്ച വെള്ളം എന്നുള്ള കണക്കിന് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത്തിരി നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തീർന്നിരുന്ന വെച്ചോടെ വെളിച്ചെണ്ണ ഇട്ട് ആ വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചത്. അപ്പോൾ 2-1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അരിപ്പൊടിയുടെ സെയിം അളവിൽ തന്നെ. എന്നിട്ട് നമ്മളതിനെ ഒന്ന് കുഴച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കൈ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കൈ തൊടാൻ പറ്റില്ല, അത്രയും ഇതുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ സ്റ്റാൻഡ് മിക്സർ പിന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടില്ല, അലമാരി വെച്ചിട്ട് അവിടെ ഇരിപ്പാണ്. സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ ഇത് അതിനകത്തേക്ക് ഇട്ടിട്ട് കൈ കൊള്ളാതെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്കിപ്പോഴേ ഈ കൗണ്ടർ ടോപ്പിൽ ഒട്ടും തന്നെ സ്ഥലമില്ലെന്നേ, ആ സ്റ്റാൻഡ് മിക്സർ അവിടെ വെച്ചിട്ടെ അതാണ് ഇതെടുത്ത് മാറ്റിയത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ കുഴക്കാനൊക്കെ ആയിട്ടാണല്ലോ ഞാൻ സാധാരണ ഉപയോഗിക്കണത്. ഇനിയിപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ഒക്കെ എടുക്കുമ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ എഗ് ബീറ്റ് ചെയ്യാനും എല്ലാത്തിനുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കാം. ഇപ്പോൾ തൽക്കാലം അത് അകത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി. അപ്പോൾ തേങ്ങ ചിരണ്ടി എടുത്തിട്ടാണ്, തേങ്ങ തീർന്നിരിക്കണമായിരുന്നു. ഇപ്പം ഞാൻ സാറ്റന ചിരണ്ടി വെച്ച തേങ്ങയാണ് ഇപ്പം ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി മൊത്തത്തിലെടുത്തതേ. അപ്പോൾ തേങ്ങ ചിരണ്ടിയത് പപ്പക്ക് കഞ്ഞിയിൽ ആവശ്യത്തിന് ഇട്ട്, അത് ഫ്രഷ് തേങ്ങ തന്നെ ഇട്ട് കൊടുക്കണതാണ് എപ്പോഴും ടേസ്റ്റ്. കഞ്ഞി തേങ്ങ ഇട്ട് മതി, വേറെ കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ കഞ്ഞി ഒഴിക്കാനുള്ള പാത്രത്തിലോട്ട് ആക്കിയിട്ട് ബാക്കി തേങ്ങ ഞാൻ ഫ്രിഡ്ജിലോട്ടും മാറ്റി കേട്ടോ. പിന്നെ ഇനി കൊഴുക്കട്ട അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സാറ്റിന് ഒരു 4:30 മണിക്കൊക്കെ എത്തുമ്പോൾ കൊഴുക്കട്ട ഏകദേശം ഒന്ന് തണുത്തിരിക്കുക, എന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിട്ടൊക്കെ കഴിക്കണ്ടേ. ഇതിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച് നേരിയൊരു ചൂടിൽ ഇരിക്കുകയും ചെയ്തോളൂ. അപ്പോൾ ഒരു 12 കൊഴുക്കട്ടയൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കൊഴുക്കട്ട ഫില്ല് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ പറയണതാണല്ലോ, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ അതൊന്ന് കുഴച്ചെടുക്കണം. അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി സ്മൂത്തായിട്ടുള്ള ഒരു ഡോ ആക്കി എടുത്തിട്ട് വേണം. ഇത്തിരി വെളിച്ചെണ്ണയിൽ ഞാൻ കൈമുക്കിയിട്ടാണ് ഇത് ഷേപ്പ് ചെയ്ത് എടുക്കുന്നത്. കൊഴുക്കട്ട അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഴച്ചൊക്കെ ഇരിക്കും. വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെള്ളത്തിൽ കൈമുക്കിയിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഓരോ കൊഴുക്കട്ട ഇരിക്കുന്ന രീതിക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നാണെങ്കിൽ കഞ്ഞിയാണല്ലോ വെച്ചത്. ഉച്ചക്ക് റിച്ചാറിന് തലേ ദിവസത്തെ ചിക്കൻ മന്തിയുടെ കുറച്ചുണ്ടായത്, റിച്ചണ്ണ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വേറെ ചോറ് വെച്ചിട്ടില്ല, കഞ്ഞി മാത്രമാണ് നമ്മളിന്ന് വെച്ചത്. പപ്പയ്ക്ക് രാത്രി കഴിക്കാനുള്ള കഞ്ഞിയും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് സാറിനൊക്കെ ഇങ്ങനെ ചോറിനോട് വലിയ താല്പര്യമില്ലല്ലോ, അപ്പോൾ വൈകുന്നേരം ഡിന്നറിന് ഈ പനീർ റോളാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പനീർ കഴിക്കുക എന്നുള്ളത്, എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പനീർ കഴിക്കും മമ്മി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഞാൻ ഈ പനീറിൻ്റെ അകത്തേക്ക് ഇത്തിരി തൈരും മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഇത്തിരി ഈ മാഗിയുടെ മസാല, മാഗിയുടെ അല്ല ഞാൻ മറ്റേത് എടുത്തത് കേട്ടോ, എനിക്കതാണ് ഇഷ്ടപ്പെട്ടത് കൂടുതൽ. അപ്പോൾ ആ ഒരു മാഗിയുടെ മസാല ഒരു ഇത്തിരി ഗരം മസാലയൊക്കെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഇത്തിരി ഉപ്പും കൂടിയൊക്കെ ചേർത്തിട്ട് പിന്നെ അതിനകത്തേക്ക് വേണ്ട സവാള, തക്കാളി, ക്യാപ്സിക്കം, ഈ 3 സാധനം ഒക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ്, വൈകുന്നേരമല്ലേ ഡിന്നറിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ താമസിച്ച് ചെയ്താൽ മതി. എങ്കിൽ ആ പണികളെല്ലാം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഉച്ചക്ക് റിച്ചാർഡ് കഴിച്ചത്. ആ മയണൈസിൻ്റെ ബാക്കിയും അറബിക് സാലിൻ്റെ ബാക്കിയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഒരാൾക്ക് മാത്രമുള്ള ആ ഫുഡിന് വേണ്ടിയിട്ട് ഇനി മയണൈസ് അടിക്കാനും ഒക്കെ മടിയായിട്ടാണ്. അപ്പോൾ അത് എടുത്ത് വെച്ചതുകൊണ്ട് അത് കൂട്ടിയിട്ട് റിച്ചാർഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കഞ്ഞി കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ കഞ്ഞി കുറച്ചെടുത്ത് കഴിച്ച് പിന്നെ റിച്ചാർഡിന് കൊടുത്ത മന്തി റൈസിൽ റൈസ് വളരെ കുറച്ചൊന്നും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു.
അതും കൂടിയൊക്കെ കഴിച്ച് തീർക്കുകയും ചെയ്യണം. പിന്നെ ആണെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ല, നമ്മൾ ഏറ്റവും അവസാനം എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമല്ല വീട്ടമ്മമാർ എന്ന് പറഞ്ഞ പോലെ. ഇന്നിപ്പം ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയ ദിവസമാണ്. കാരണം പഴയതെല്ലാം തീർക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഉണ്ടാക്കിയിട്ടിട്ട് അതവിടെ നാളത്തെ ദിവസം പിന്നെ പഴകി കഴിക്കണം. അപ്പോൾ അങ്ങനെ വേണ്ടല്ല എന്ന് വിചാരിച്ചു. ഉള്ളതെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചാണെങ്കിൽ അത് രണ്ടുമൊക്കെ ചേർത്ത് കഴിച്ച് ഞാനും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ സാധനങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ ഇട്ട് സാറ്റിന് വരാനുള്ള നേരം ആയപ്പോഴത്തേക്കാണ് ചായ ഇട്ടേക്കണത്. ആളിങ്ങോട്ട് എത്തിയിട്ടില്ല. എനിക്ക് ആ സമയം അറിയാമല്ല വരുമ്പോൾ, അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ചായയൊക്കെ ഇട്ട് പിന്നെ ഞാൻ അതിനോടൊപ്പം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ഫ്രൈ ചെയ്യാനും ഇട്ട്. ഷാലോ ഫ്രൈ ആണ്, ഒരുപാട് ഹാർഡാക്കി കളയാതെ. അപ്പോൾ അത് വെജിറ്റബിൾ ഓയിലിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ മസാല, അതായത് ആ മസാലയൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ക്യാപ്സിക്കം, സവാളയും തക്കാളിയും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത്തിരി സോസുകൾ, ഇത്തിരി ചില്ലി സോസും ടൊമാറ്റോ സോസും പിന്നെ ഇത്തിരി ഇത് കസൂരി മെത്തി കൂടിയൊക്കെ ഇട്ട് നമുക്കിതിനെ നല്ലൊരു ഫ്ലേവറാക്കി നമുക്ക് എടുക്കാൻ പറ്റും ഈ കസൂരി മെത്തിയൊക്കെ ഇടുമ്പോൾ. അങ്ങനെ അതും കൂടി ആ സമയത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫില്ലിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞ്. പിന്നെ ചപ്പാത്തി ഞാൻ വിചാരിച്ച് ഒരു സന്ധ്യ നേരമാകുമ്പോൾ നമ്മുടെ പ്രെയർ ടൈം അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ചപ്പാത്തിയുടെ ആ ബ്ലൂ കളറിലെ ഷീറ്റില്ലേ, അതിൽ കുറച്ച് കറുപ്പ് കളറിലെ സാധനങ്ങളൊക്കെ പിടിച്ച് ആകെ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അത് കളയാം എന്ന് വിചാരിച്ച് ഞാനങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ വേറെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനത് ഇത്തിരി ചൂടുവെള്ളത്തിലേക്ക് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ചേർത്ത് കുറച്ച് നേരം മുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കറുപ്പ് ഒക്കെ തേച്ച് കഴുകിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അടിവശത്താണ് കേട്ടോ കറുപ്പുള്ളത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കറുപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അതവിടെ കഴുകി ഉണക്കി എടുത്ത് വെച്ചേക്കണേ. ഞാന് പുറത്തുനിന്നാണ് അകത്തോട്ട് വന്നേക്കണത്. എന്തോന്ന് നിങ്ങളൊന്നില്ല. ചാടാനാ? ഓ ചാടാനാണ്. ഞാനിത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഇരിക്കണായിരുന്നു. ആ ചായ കുടിക്കാം. ചുമ്മാ കിടക്കണേ, കുഴപ്പമില്ല. വാ, ചായ ഞാൻ ഒഴിച്ചിട്ടില്ല, ചായ ഒഴിക്കണം. കൊഴുക്കട്ടൊക്കെ തിന്നെ. അത് തോർത്ത് നീ കൊണ്ടുപോയില്ലടാ മുകളിലോട്ട്. കൊണ്ടുപോയി അവിടെ കാണില്ല. പുതുമയുടെ കോളർന്ന് നിർത്തി വരുന്നത്. വളർക്കണമെങ്കിൽ ആ പ്രഷർ ചെക്ക് ചെയ്യണ്ടേ നമുക്ക്. ഞാനെന്തായാലും പറഞ്ഞപ്പോഴത്തേക്ക് പോണുണ്ട് എന്റെ മരുന്ന് ടോപ്പ് ചെയ്യാൻ വേണ്ടിട്ടേ. നീ ചെങ്കിരിയായിട്ട് എത്തിക്കൊണ്ടു സ്കൂട്ടറിൽ എന്താണ് റെഡിയാണ്. രണ്ട് ഹെൽമെറ്റ് ഇങ്ങനെ മുട്ടി 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 പോയാൽ ഞാനെങ്ങനെയാണ് നിന്റെ പുറകിലിരിക്കണ ബ്രേക്ക് പിടിക്കാൻ സ്പീഡിൽ കയറ്റി ഷടം ബ്രേക്ക് പിടിക്കുക. മറ്റേ നിനക്കുള്ളതാണ് അത്. ചൂടാണ് എവിടെ നല്ല ചൂട്. എനിക്ക് പമ്പിക്കറിയാൻ പറഞ്ഞിട്ടാണ്. എത്ര രൂപ
കാറ്റിനാ? 60 രൂപയൊന്നുമില്ല. ഇത് അതിന്റെ കാറ്റാ? എഴുതി വെച്ചേക്കണ വിലയുള്ളൂ അത്. 60 രൂപയൊന്നുമില്ല. അതിന്റെ വില എടുത്ത് നോക്കും. അത് മൊത്തം തന്നെ കണ്ടാക്കിയിരുന്നത് അത് നിർത്തോണം. അത്ര ദൈവമേ, ഇത് മേടിക്കല്ലേ കേട്ടാ. നോക്കിക്കേറി നല്ലതാണോ? 40 രൂപയുടെ സാധനം മനസ്സിലാകണ്ട. കൊറോണയ്ക്കാണ്. അവിടെ ഒരു തോന്നല പാടില്ലേ ഇതായാലും പറയും. ഡോക്ടറൊക്കെ ഉണ്ടാവും. അങ്ങനെ റിച്ചാർഡും സാറ്റിനെയും സമ്മതിച്ചില്ല. പപ്പ മരുന്നിന് പോകണം നിർബന്ധമായിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഊബർ ബുക്ക് ചെയ്ത് തരാൻ പോയപ്പോഴത്തേക്കും പപ്പ പറഞ്ഞ് വേണ്ട വേണ്ട ഞാൻ തന്നെ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി പോകുന്നതാണ് കേട്ടോ ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറച്ച് എന്താ പുഡിങ്ങൊക്കെ ഡോക്ടർ അവിടെ ഉണ്ടാക്കിയിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചത് ഒക്കെ ഞങ്ങൾക്ക് തന്ന്. അപ്പോൾ ജാക്സൺ പനിയാണല്ലോ, പനിയുണ്ട് ആൾക്ക്. അപ്പോൾ വേണ്ട കഴിക്കണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ഒന്നും കുഴപ്പമില്ല, താൻ കഴിച്ചോളൂ, ഞാനല്ലേ മരുന്ന് തന്നെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പുഡിങ്ങൊക്കെ തന്നിട്ടാ. നല്ല അടിപൊളിയായിട്ട് 3 ലെയർ പുഡിങ്ങൊക്കെയാണ് ഡോക്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചോക്ലേറ്റ് ലെയർ, ഒരു വാനില ലെയർ, പിന്നെ ഒരു നട്ട്സിൻ്റെ ഒരു ലെയറൊക്കെ വെച്ചിട്ടുള്ള ഒരു 3 ലെയർ പുഡിങ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പുഡിങ്ങൊക്കെ തന്ന് അതൊക്കെ കഴിച്ച്, തണുപ്പ് ഇത് പനിയാണെന്നുണ്ടെങ്കിലും അതൊക്കെ കഴിച്ച് കുഴപ്പമില്ല കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പപ്പയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഏതായാലും മരുന്ന് കഴിച്ചപ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക് ഒന്നും തന്നില്ല. മാക്സിമം ചെറിയ മരുന്നിൽ ഒതുക്കിയിട്ട് ഇത് ഡോക്ടർ വേണമെങ്കിൽ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക് നമുക്ക് തരാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആൻറ്റിബയോട്ടിക് എടുക്കണ്ട, മരുന്ന് ചെറിയ മരുന്നുകൾ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ തന്നെ പപ്പയുടെ അസുഖം മാറിയിട്ട് അപ്പനും മോളും മാത്രമേ ഇരുന്ന് കഴിക്കണേ, വേറെ ആരും വന്നിട്ടില്ല. എന്താ പാടില്ലേ? എന്താ അച്ഛോ ഒന്ന് ഞാൻ മേടിച്ചോണ്ട് വന്നതന്നെയല്ല മരുന്ന്, ഇവൻ്റെതേ മൂക്കിലടിക്കണത് സ്പ്രേ. വായിലടിക്കണ ടാബ്ലറ്റാ? അത് സാറ്റിനൈൻ സ്പ്രേ എന്ന് പറഞ്ഞു. റോളിക്കോ റോളിക്കോ എടാ, ഞാൻ റോളിക്കണതും നിങ്ങൾ റോളിക്കണമെന്ന് തന്നെയല്ലേ? അതെ അത് തന്നെ ആണോ? താങ്ക് യു. പിന്നെ ഞാൻ ചോദിക്കും ആണോ? മതി, ഇത്രയും മതി. അതന്നെ. അങ്ങനെ കുട്ടികൾ വന്ന് എൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച്. ഇത് നമ്മുടെ റൂബിയുടെ ഫേക്ക് പ്രഗ്നൻസിയുടെ ഒരു ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് കേട്ടോ, ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് തിങ്കളാഴ്ച കാണാം. താങ്ക്